بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം കുട്ടികളെ തല്ലുന്ന വിഷയമാണ്. നമ്മളെല്ലാവരും കുട്ടികളെ തല്ലാറുണ്ട്, നമ്മൾ മക്കളുള്ളവരെല്ലാവരും മക്കളെ തല്ലാറുണ്ടല്ലേ. എന്നാൽ ഈ തല്ലുന്ന എപ്പോഴാണ് നമ്മൾ തല്ലേണ്ടത്? ഏത് പ്രായത്തിലാണ് കുട്ടികളെ തല്ലേണ്ടത്? അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അറിയുമോ എല്ലാവർക്കും ഏത് പ്രായത്തിലാണ് കുട്ടികളെ തല്ലുന്നത്? തല്ലാൻ നമുക്ക് അനുമതിയുള്ളൊരു പ്രായമുണ്ട്. അതേത് പ്രായം എന്നറിയാം? നമ്മൾ മദ്രസയിലൊക്കെ പഠിച്ചിട്ടുണ്ട് ചെറുതിലെ. നമ്മൾ പഠിച്ചിട്ടില്ലേ, 7 വയസ്സ് വരെ കുട്ടികളെ നമ്മൾ 7 വയസ്സ് മുതൽ കുട്ടികളോട് നമ്മൾ നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ ആ കുട്ടികളെ നമ്മൾ തല്ലി നിസ്കരിപ്പിക്കണം. ഇത് നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടില്ലേ? അപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ ചെറിയ കുട്ടികളെ വരെ നമ്മൾ തല്ലാറുള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. കുട്ടികളെ തല്ലുമ്പോൾ നമുക്ക് ദേഷ്യം ഉണ്ടാകാൻ പാടില്ല. ദേഷ്യം ഉള്ള സമയത്ത് നമ്മൾ കുട്ടികളെ തല്ലാൻ പാടില്ല. നമുക്ക് ദേഷ്യം ഇല്ലാതിരിക്കുന്ന സമയത്താണ് കുട്ടികളെ തല്ലാവും. നമ്മൾ ചെയ്യുന്നതോ നമുക്ക് ഇങ്ങോട്ട് ദേഷ്യം എപ്പോഴാണോ നമ്മൾ അവരെന്തെങ്കിലും ഒന്ന് പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞ് 1 പ്രാവശ്യം പറഞ്ഞ് 2 പ്രാവശ്യം പറഞ്ഞു 2 ചിലർ രണ്ടാമത്തേന് തന്നെ തല്ലലുണ്ട്. ചിലർക്ക് ദേഷ്യം കൂടുതലാണല്ലോ. അപ്പം നമ്മുടെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുട്ടികളെ തല്ലാറ്, അല്ലേ? അങ്ങനെ എന്നാൽ ദേഷ്യം വരുമ്പോൾ നിങ്ങൾ കുട്ടികളെ തല്ലരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മൾ നേരെ ഓപ്പോസിറ്റാണ്. എപ്പോൾ നമുക്ക് ദേഷ്യം വരുന്നോ അപ്പോൾ നമ്മൾ കുട്ടികളെ തല്ലും. ആ ദേഷ്യം നമ്മുടെ ദേഷ്യം തീർക്കാനുള്ളതാണോ നമ്മളെ മക്കൾ? അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ദേഷ്യം പിടിക്കുന്ന സമയത്ത് ഒരിക്കലും മക്കളെ നമ്മൾ തല്ലാൻ പാടില്ല. പിന്നെ എപ്പോഴും തല്ലണം? 10 വയസ്സായതിനു ശേഷം മാത്രമേ തല്ലാൻ പാടുള്ളൂ. നിസ്കാരം കൊണ്ട് കൽപ്പിക്കും. നിസ്കാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, ഒരു മനുഷ്യൻ്റെ ബുദ്ധി ഉള്ളിടത്തോളം കാലം, അവൻ്റെ ബുദ്ധി മായാത്തിടത്തോളം കാലം, ഓർമ്മശക്തി നിലനിൽക്കുന്നിടത്തോളം കാലം അവൻ നിസ്കരിക്കണം. അവൻ കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കുക, ഇല്ലാത്തവൻ ഇരുന്ന് നിസ്കരിക്കുക, അല്ല അതിനും പറ്റാത്തവൻ കിടന്ന് നിസ്കരിക്കുക, ഇല്ലാത്തവൻ ആംഗ്യം കൊണ്ടെങ്കിലും നിസ്കരിക്കണമെന്നുള്ളതാണ്. മനസ്സുകൊണ്ടെങ്കിലും അവൻ നിസ്കരിച്ചിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യത്തെക്കുറിച്ചാണ് 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ നിങ്ങൾ അടിക്കണമെന്ന് പറഞ്ഞത്. അതും 7 വയസ്സ് മുതൽ 10 വയസ്സ് വരെ ഉപദേശിക്കാതെ 3 വർഷമാണ് നമ്മൾ ഉപദേശിക്കുക. 3 വർഷം ഉപദേശിച്ചതിന് ശേഷമാണ് തല്ലാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു കാര്യം ഒന്ന് പറഞ്ഞ് രണ്ടാമത്തെ നമ്മൾ മക്കളെ തല്ലലാണ്. അങ്ങനെ തല്ലാൻ പാടില്ല. അങ്ങനെ തല്ലിയാൽ കുട്ടികൾ വലുതായി വരുമ്പം മാതാപിതാക്കളുടെ കംപ്ലൈൻറ്റ് എന്താണ്? നമ്മൾ പറഞ്ഞാൽ അവരനുസരിക്കുന്നില്ല, മക്കൾ നമ്മൾ പറയുമ്പോൾ കേൾക്കുന്നില്ല ഉസ്താദെ, അങ്ങനെയാണ് ഉസ്താദെ, ഇങ്ങനെയാണ് ഉസ്താദെ, ഉസ്താദന്മാരോട് പരാതി വരാറുണ്ട്. ദ്വാരക്കണേ ഉസ്താദെ. നമ്മൾ ദ്വാരന്നാൽ മാത്രം മതിയോ? നിങ്ങൾ കുട്ടികളെ മര്യാദ പഠിപ്പിക്കേണ്ട സമയത്ത് അതവോടുകൂടി നമ്മൾ മര്യാദ പഠിപ്പിക്കണം. അല്ലാതെ നിങ്ങൾ അവരോട് കുട്ടിക്കാലത്ത് കാണിച്ചതിൻ്റെ ആ ഒരു വളർന്നു വരുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ അത് പകർന്നു വരും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് ഇങ്ങനെ അട്ടഹസിച്ച് സംസാരിക്കാതെ, ഒച്ചയെടുത്ത് സംസാരിക്കാതെ, അവരോട് നമ്മൾ കാരുണ്യത്തോടുകൂടി നമ്മൾക്ക് മക്കളോട് പെരുമാറണം. അതിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മാതാപിതാക്കൾക്ക് ദ്വാരക്കാൻ വേണ്ടി പഠിപ്പിച്ചില്ലേ? എന്താണ്? അല്ലാഹുമ്മ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ഓക്കെയാണ്. നമ്മളെ ചെറിയ മക്കളായിരിക്കുന്ന സമയത്ത്, നമ്മളെ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുന്ന സമയത്ത് നമ്മളോട് എൻ്റെ ഉമ്മമാർക്ക് നമ്മളോട് കാരുണ്യം കാണിച്ച്, നമ്മളോട് സ്നേഹിച്ച്, നമ്മളെ വളർത്തിയ ആ ഒരു ഇതുണ്ടല്ലോ, കാരുണ്യത്തോട് പെരുമാറിയ ഇതുണ്ടല്ലോ, ആ കാരുണ്യം അനുസരിച്ച് റബ്ബേ നീ കൊടുക്കണേന്ന്. അപ്പോൾ എല്ലാ പ്രത്യേകിച്ച് മാതാക്കൾ നമ്മളോട് എത്രയോടെ കരുണയോടെയാണ് മക്കളും നമ്മളെ നോക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ നോക്കിയ ആ ദ്വാൻ്റെ ഫലമാണ് അവർക്ക് കിട്ടേണ്ടത്, അല്ലേ? അപ്പം മാതാക്കളായ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ അവരെങ്ങനെ കുട്ടിക്കാലത്ത് 1 വയസ്സായ കുട്ടിയെ 2 വയസ്സായ കുട്ടിയൊക്കെ ഇങ്ങനത്തെ തടുപ്പിനും വടിയും തല്ലിയൊക്കെ എടുത്തിട്ട് നമ്മൾ ദേഷ്യം വരുമ്പോഴത്തേക്ക് അവരെന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് കാണിക്കുമ്പോൾ അവരെങ്ങനെ തല്ലി അവരെ ഇതാക്കുന്ന മക്കൾക്ക് കാരുണ്യം കാണിക്കാതിരുന്നാൽ നിങ്ങൾക്ക് ഈ ദ്വാൻ്റെ ഫലം കിട്ടുമോ? ശരിക്കും നിങ്ങൾ ചിന്തിക്കണ്ടേ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ കുട്ടികളെ ക്രൂരമായി തല്ലുകയും അട്ടഹസിക്കുകയും അവരോട് ദേഷ്യം പിടിക്കുകയും ചീത്ത വിളിക്കുകയും, ചില അമ്മമാരൊക്കെ ചീത്ത വാക്കുകളാണ് പറയുന്നത് ചെറിയ മക്കളോട്. അവരുടെ പ്രായത്തിന് ഇതുകൊണ്ട് അവർ കുരുത്തക്കേട് കാണിക്കുന്നതാണ്. എന്തെല്ലാം വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് മക്കളെ പറയും. ചിലർ ശാപവാക്കുകൾ കൊണ്ട് പറയും. അങ്ങനൊന്നും ശാപവാക്കുകൾ പറയാൻ പാടില്ല. മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, മക്കളോട് നിങ്ങൾ ശാപവാക്ക് നിങ്ങൾ പറയരുത്. ഒരിക്കലും ശാപവാക്ക് പറയാൻ പാടില്ല.
അങ്ങനെ ശാപവാക്കുകളും അവരോട് നമ്മളെ ദേഷ്യവും ഒക്കെ തീർക്കാൻ വേണ്ടി നമ്മളെ പ്രസ്റ്റേജ് മൊത്തം ഈ മക്കളെ വല്ല തീർക്കണം. നമുക്കൊരു ദേഷ്യം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ തല്ലുന്നത്. ശരിക്കും പറഞ്ഞാൽ ദേഷ്യമുള്ള സമയത്ത് കുട്ടികളെ അടിക്കാൻ പാടില്ലെന്നില്ലേ? പിന്നെ നിങ്ങൾ എങ്ങനെ നിങ്ങളെ ദേഷ്യം കുട്ടികളോട് തീർക്കുക? നമ്മളെ ദേഷ്യം തീർക്കാനുള്ളതാണോ നമ്മളെ മക്കൾ? ഇതെല്ലാം മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, പ്രത്യേകിച്ച് മാതാക്കൾ. കാരണം എന്താ പറയുക, കൂടുതലും മക്കളെ തല്ലുന്നത് മാതാക്കളാണ്. പിതാക്കൾ എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് തല്ലുന്നത്. പക്ഷെ പിതാക്കൾ പിടിച്ച പിന്നെ വാപ്പന്മാരും അച്ഛന്മാരും ഒക്കെ മക്കളെ പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, അവർക്ക് കിട്ടുന്നത് നല്ലോണം കിട്ടും ആ സമയത്ത്. കാരണം ഉള്ള ദേഷ്യം മുഴുവനും ആ സമയത്ത് കൊടുത്തു തീർക്കലാണ്. അപ്പോൾ അതുകൊണ്ട് മാതാപിതാക്കളോട് പറയാനുള്ളത്, കുട്ടികളെ നമ്മൾ തല്ലുമ്പോൾ അവരെ 10 വയസ്സിന് ശേഷം മാത്രമേ അവരെ തല്ലാവൂ. തല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ദേഷ്യം ഉണ്ടാവാൻ പാടില്ല. ദേഷ്യമില്ലാത്ത സമയത്ത് മാത്രമേ നിങ്ങൾ കുട്ടികളെ തല്ലാവൂ. നമ്മുടെ എല്ലാ മക്കളെയും അള്ളാഹു നല്ല ഹൈറായ മക്കളാക്കി തരട്ടെ. നമുക്കറിയാം, ഇവിടെ മക്കൾ ചിലർക്ക് ആമക്കൾ മാത്രമുള്ളവരുണ്ട്, പെമ്മക്കൾ മാത്രമുള്ളവരുണ്ട്, ചിലർക്ക് ആമക്കളും പെമ്മക്കളും ഉള്ളവരുണ്ട്, ചിലർക്ക് മക്കളില്ലാത്തവരുണ്ട്. ഈ മക്കളില്ലാത്തവർ എത്രത്തോളം ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെന്ന് പറയും. അവരെത്ര രൂപ ചിലവാക്കിയിട്ട് ഇതെല്ലാം ചികിത്സകൾ നടത്തുന്നു, ദ്വാരക്കുന്നു, ഒരുപാട് കാലം അവർ കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ് ഒരു കുഞ്ഞിക്കാല് കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്താണ് കിട്ടിയവർക്ക് അതിൻ്റെ വില അറിയില്ല. അവരെ ആ കുഞ്ഞുങ്ങളെ ക്രൂരമായി അടിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട്. അതുകൊണ്ട് നമ്മുടെ മക്കളെ എല്ലാവരെയും നമ്മൾ നല്ല കരുണയോടുകൂടി നമ്മൾ അവരെ വളർത്തുകയും നല്ല കെയർ ചെയ്യുകയും ചെയ്യണം. അങ്ങനെ നിങ്ങൾ അവരെ നല്ല മക്കളാക്കി വളർത്തിയെടുത്താൽ നമ്മളെ കുടുംബത്തിനും നമുക്കും നമ്മുടെ നാട്ടിനും രാജ്യത്തിനും ഒക്കെ അതൊരു ഉപകാരപ്പെട്ട ഒരു വലിയ സമ്പത്തായി വരും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന മക്കളെ ആ നല്ല രീതിയിലുള്ള വളർത്തലുണ്ടല്ലോ, അത് നമ്മുടെ രാജ്യത്തിന് തന്നെ നേട്ടമാണ്, നമ്മുടെ ആഖിറത്തിന് നേട്ടമാണ്, നമ്മുടെ എല്ലാ വിജയത്തിനും നേട്ടമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്താൻ നമുക്ക് അള്ളാഹു തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. അതോടൊപ്പം നമ്മളെ മക്കളെല്ലാവരെയും നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കി അള്ളാഹു തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.